നമ്മൾ ഇന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ മൂവാറന്തോട് എന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മൾ തിരുവമ്പാടി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ്സിന് വരുന്നവർക്ക് ഇവിടുന്ന് മൂവാറന്തോട്ടിലേക്ക് നേരിട്ട് KSRTC ബസ് കിട്ടും. ഞാൻ സ്കൂട്ടിയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് തിരുവമ്പാടിയിൽ നിന്നും നമ്മൾ നേരിട്ട് എത്തുന്നത് കരിങ്കുറ്റി എന്ന ഈ അങ്ങാടിയിലേക്കാണ്. ഇവിടെ നിന്നും ഇടത്തേക്കുള്ള റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഇത് കുളിരാമുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടാണ് തിരിയേണ്ടത്. മൂവാറന്തോട്ടിലെ പ്രധാന ആകർഷണമാണ് ഉറുമി ജലവൈദ്യുതി പദ്ധതി. ആ ഉറുമി എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി 2 ഡാമുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രകൃതി ഭംഗിയും കാലാവസ്ഥയും പാടെ മാറുകയാണ്. മഴക്കാലത്ത് വന്നാൽ നല്ല കോടമഞ്ഞും കാറ്റും മഴയും ഒക്കെ കൊണ്ട് യാത്ര കൂടുതൽ ആസ്വാദികരമാക്കാം. ഇവിടെ നിന്നും എത്രയോ ദൂരെ തലയുയർത്തി നിൽക്കുന്ന വൻ മലനിരകളെ നമുക്ക് കാണാം. കാടും കാട്ടുമൃഗങ്ങളും മനുഷ്യരും ഇവിടെ പാർക്കുന്നുണ്ട്. എത്രയോ കുഞ്ഞരുവികൾ ചേർന്ന് താഴോട്ട് പതിക്കുന്ന ഈ പുഴയ്ക്ക് നല്ല തണുപ്പും ശക്തമായ ഒഴുക്കുമുണ്ട്. തടയിണകൾ സ്ഥാപിച്ച് വൈദ്യുതോൽപാദനവും കഴിഞ്ഞ് പുഴ വീണ്ടും ഒഴുകുകയാണ്, പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ. പുഴ എത്രയൊക്കെ സുന്ദരിയാണെങ്കിലും സ്ഥലപരിചിതമല്ലാത്തവർ കുളിക്കാനായും മറ്റും ഇവിടെ ഇറങ്ങാത്തതാണ് നല്ലത്. മലവെള്ളം എപ്പോൾ വേണമെങ്കിലും ഇരച്ചെത്താൻ സാധ്യതയുണ്ട്. ഈ വരുന്ന പുഴയുടെ തുടക്ക ഭാഗം കണ്ടില്ലേ? ഇതാണ് ഉറുമി ജലവൈദ്യുതി പദ്ധതിയുടെ 1ാം ഘട്ട പ്രോജക്റ്റ്.
ഡാമാണ് നമ്മൾ ആ ദൂരെ കാണുന്നത്. ഷട്ടറിനുള്ളിലൂടെ തുറന്നു വിട്ടു വരുന്ന വെള്ളമാണ് ഈ ഒഴുകിപ്പോകുന്നത്. വൈദ്യുതോൽപാദനം നടക്കുന്നത് ഇവിടെയാണ്. നമുക്ക് ഗേറ്റ് വരെ മാത്രമേ പോകാൻ പറ്റൂ. ഉറുമയിൽ നിന്നും ഇനി നമ്മൾ പൂവാറന്തോടും തമ്പുരാൻകൊല്ലിയും കാണാനായിട്ട് ഇറങ്ങുകയാണ്. പോകുന്ന വഴി കണ്ടൊരു വെള്ളച്ചാട്ടമാണിത്. രണ്ടാം ഘട്ട വൈദ്യുത നിലയത്തിൽ നിന്നും വരുന്ന വെള്ളം സിമന്റിൽ നിർമ്മിച്ച കനാൽ വഴി ഇതിലെ ഒഴുകുന്നുണ്ട്. നമുക്കൊന്ന് കണ്ടുവരാം. ഈ കനാലിലെ വെള്ളം രണ്ടാം ഘട്ട പവർ ഹൗസിലേക്കാണ് പോകുന്നത്. എത്രയോ ദൂരെ നിന്നും ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വെച്ച് സാവധാനം ഒരു ചോർപ്പിലൂടെ താഴോട്ട് ഇറങ്ങുന്നതും പിന്നീട് അതിശക്തമായ വേഗതയിൽ അടുത്ത കനാലിലൂടെ താഴോട്ട് ഒഴുകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കനാലിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഇനി നേരെ പൂവാറന്തോട്. ഇവിടെയാണ് നമ്മുടെ പൂവാറന്തോട് LP സ്കൂളാണ് കാണുന്നത്. നമ്മൾ പൂവാറന്തോട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പഴയ ചായക്കടയുണ്ട്. ഈ കാണുന്ന റോഡ് രണ്ടായി തിരിയുന്നത് കാണാം. ഇടതുവശത്ത് തമ്പുരാൻകൊല്ലിയും
വലതുവശത്തേക്ക് പോയാൽ ഉടുമ്പുപാറ, മേടപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് എത്തും. നമുക്ക് ആദ്യം ഉടുമ്പുപാറയ്ക്ക് പോയി വരാം. ഇങ്ങോട്ടുള്ള റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിറയെ റിസോർട്ടുകളാണ് ഈ പ്രദേശം മുഴുവൻ. സഞ്ചാരികൾക്ക് താമസിച്ച സ്ഥലങ്ങൾ കാണാൻ ഒരുപാട് സൗകര്യങ്ങളുമുണ്ട്. താഴെ നിന്നുള്ള കാലാവസ്ഥയല്ല ഇവിടെ എത്തുന്നത്. മഴയും തണുപ്പും മഞ്ഞുമുണ്ട്. കോട ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കാനും കാഴ്ചകൾ കണ്ടിരിക്കാനും നല്ല സുഖമാണ്. കാഴ്ചകൾ കണ്ട് നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ്. എത്ര നേരം ഇരുന്നാലും മടുക്കാത്ത ദൃശ്യഭംഗിയാണ് ഇവിടെ സഞ്ചാരികൾക്കായി പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. മഴയോടൊപ്പം ചുറ്റിലും ഒന്നും കാണാനാവാത്ത രീതിയിൽ മഞ്ഞ് പുക പോലെ വന്ന് നിറയാൻ ഒരു നിമിഷം മതി, അതുപോലെ മാഞ്ഞു പോകാനും. വീണ്ടും നമ്മൾ തമ്പുരാങ്കല്ലൂർ റോഡിലെത്തി. നോക്കൂ, നമ്മൾ ആദ്യം ഇവിടെ നിന്ന് തിരിയുമ്പോഴുള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ. ഇവിടെ മഴയും മഞ്ഞും നന്നായി വന്നിട്ടുണ്ട്. ഇനി നേരെ തമ്പുരാങ്കല്ലിലേക്ക് പോവാം. കൂടുതൽ കാഴ്ചകൾ കാണാം. പ്രകൃതിയിലെ കലിഞ്ഞ പോലെ നിൽക്കുന്ന ഒരു പള്ളി കണ്ടില്ലേ? ഇതാണ് സെന്റ് മേരീസ് ചർച്ച്. എന്ത് ഭംഗിയാലേ! കപ്പേള എന്ന സിനിമ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ റൂട്ട് നേരെ ചെല്ലുന്നത് കല്ലമ്പുല്ല് എന്ന സ്ഥലത്തേക്കാണ്. കല്ലമ്പുല്ല് കഴിഞ്ഞ് തമ്പുരാൻകൊല്ലി. പോകുന്ന വഴിക്ക് നമുക്കിവിടെ ഒരു അമ്പലം കാണാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതി കൃഷി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. വഴിയരികിലും മലകൾ മുഴുവനായും നമുക്കിത് കാണാൻ സാധിക്കും. ഇപ്പോൾ ആനയും പുലിയുമൊക്കെ തമ്പുരാൻകൊല്ലിയിൽ ഇറങ്ങാറുണ്ടെന്ന് വാർത്തകൾ കാണാം. അതിന് കാരണം തമ്പുരാൻകൊല്ലിയുടെ അതിർത്തികൾ ചേർന്ന് നിലമ്പൂർ കാടും വയനാടൻ കാടുകളുമാണ്. വളരെ കുറച്ച് വീടുകളും ആളുകളുമാണ് ഇവിടെ ഉള്ളത്. കടകളും വളരെ കുറവാണ്. കല്ലമ്പുല്ല് വരെ KSRTC സർവീസ് നടത്തുന്നുണ്ട്. കാപ്പി, ജാതി തുടങ്ങിയ ഇവിടുത്തെ മുഖ്യ വിളകളാണ്. നന്മ നിറഞ്ഞ ഒരു കാർഷിക ഗ്രാമം തന്നെയാണ് പൂവാടൻതോട്. സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്ററോളം ഉയരത്തിലാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. കല്ലമ്പുല്ലിലേക്ക് ഇനി ഇവിടുന്ന് കുറച്ചു ദൂരം കൂടിയുള്ളൂ. ഈ റൂട്ടിലും നമുക്ക് ധാരാളം റിസോർട്ടുകൾ കാണാം. റോഡിലൊന്നും ആളുകളെ ഒന്നും കാണാനില്ല. ചുറ്റുപാടും ജാതിത്തോട്ടങ്ങൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ കല്ലമ്പുല്ല് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. 1-2 കടകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരങ്ങാടി. ആളുകളും വളരെ കുറവാണ്. ഇതാണ് തമ്പുരാൻകൊല്ലി റോഡ്. ഇതിലെയാണ് നമുക്ക് പോവേണ്ടത്. ഇതാണ് കല്ലമ്പുല്ല് പാലം. ഇവിടെ നമുക്കൊരു ചെറിയ വെള്ളച്ചാട്ടവും കാണാം.
പാലത്തിന്റെ അടുത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ? നല്ല മഞ്ഞാണ്. ഇനിയുള്ള കുറച്ചു ദൂരം വീതി കുറഞ്ഞ കോൺക്രീറ്റ് റോഡുകളാണ്. അങ്ങനെ നമ്മൾ തമ്പുരാൻപള്ളി എന്ന സ്ഥലത്ത് എത്തിയിട്ടോ. 2 ദിവസം മുമ്പ് ഇവിടെ കാട്ടാന ഇറങ്ങിയ വാർത്ത കണ്ടിരുന്നു. ആന നടന്നുപോയ അടയാളങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. കാട്ടരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയായി ഈ പാലത്തിന്റെ സമീപത്ത് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇനി നമുക്കതെല്ലാം ചുറ്റി നടന്ന് കാണാം. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മെല്ലെ നടക്കാനിറങ്ങി. നടക്കുന്ന വഴിയിലും കുറ്റിച്ചെടികളിലുമൊക്കെയായി ധാരാളം അട്ടകളുണ്ട് കേട്ടോ. ഏതിലേക്ക് പോയാലാണ് നല്ല നല്ല കാഴ്ചകൾ എന്നറിയാൻ ഒരു വഴിയുമില്ല. ഓരോ വഴിയിലൂടെയൊക്കെ നടന്ന് കാഴ്ചകൾ കണ്ടുപിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. പ്രത്യേകിച്ച് വഴികളായിട്ടൊന്നും കാണുന്നില്ല. ചിലയിടത്ത് കാപ്പിത്തോട്ടവും ജാതിത്തോട്ടവും മറ്റു വിളകളും ഒക്കെ ഉണ്ട്. ബാക്കിയെല്ലാം കാടുകളാണ്. അതിലൂടെയൊക്കെ കയറി ഇറങ്ങിയാണ് ദൃശ്യങ്ങൾ എടുക്കുന്നത്. വെള്ളച്ചാട്ടങ്ങൾ തന്നെ എത്രയോ ഉണ്ട്. കാഴ്ചകളെല്ലാം സൂപ്പറാണ് കേട്ടോ. എത്ര നേരമാണ് അരുവിയുടെ അടുത്ത് നിന്നതെന്ന് എനിക്കറിയില്ല. തണുത്ത് വിറച്ചിട്ടും പോരാനും തോന്നില്ല. ഇവിടെ മഞ്ഞ് അല്പം കുറവുണ്ടെങ്കിലും തണുപ്പ് കൂടുതലാണ്. ഈ ഒരു കാലാവസ്ഥയിൽ എത്ര നടന്നാലും ക്ഷീണം തോന്നില്ല. അങ്ങനത്തെ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. പിന്നെ നേരത്തെ പറഞ്ഞ ആന നമ്മൾ പോകുന്ന വഴിയിലെങ്ങാനും ഉണ്ടായാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാറക്കൂട്ടങ്ങൾ നിൽക്കുന്നത് കണ്ട് അങ്ങനെ തോന്നുകയും ചെയ്യും. ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന്റെ 2 ദിവസം മുമ്പാണ് കാട്ടാന രാത്രിയിൽ ഈ റോഡിലൂടെ പോകുന്നതിന്റെ വാർത്ത
തൊട്ടടുത്ത ചാനലിൽ വന്നത്. എന്തായാലും രാത്രിയിലാവും ഇറങ്ങുക എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ശ്രദ്ധിച്ചതിൽ നടന്നത്. പമ്പരംകൊല്ലിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.